അങ്ങോട്ട് മാറാൻ. ബറിയൽ നടത്തരുത്. വി നീഡ് ദ ബോഡി ബാക്ക്. എന്നാത്തിന്? സിസ്റ്റർ അമലയുടെ മരണത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. എടാ, ഈ കന്യാസ്ത്രീയുടെ ചാവിൽ ഞങ്ങൾക്കില്ലാത്ത സംശയത്തോളം വേറെ ആർക്കാണോ ഉള്ളത്? ആർക്കാ ദണ്ണോന്ന് അറിയണോ? തനിക്ക് അറിയണം. എഴുത്തച്ഛാ, ഓഹോ, ഇവനായിരുന്നോ ദണ്ണം? അതേടാ, എന്റെ പെങ്ങളുടെ കഷ്ടകാലത്തിന് അവർ നിന്റെയൊക്കെ രൂപത്തിൽ കന്യാസ്ത്രീ ആയത് അന്ന് തുടങ്ങിയ ദണ്ണമാണ്. എന്താടാ നിനക്കൊക്കെ വെട്ടിക്കേറി വീതം വെച്ച് കളിക്കാൻ? ഇതെന്താ മെഡിക്കൽ കോളേജിലെ ശവക്കെട്ടാണെന്ന് വിചാരിച്ചോടാ? വെഞ്ചരിച്ച് ഒപ്പീസും ജോലി കുഴി വെക്കാൻ പോകുന്ന ശവമാ. ഒരെങ്ങാനും നിന്റെ കൈ തൊട്ടാൽ ആ കൈവെട്ടി ഞാൻ കപ്പയ്ക്ക് വളം വെച്ച് കളയും. വിളിക്കണ കളി അടച്ചനെ. പള്ളി തുറന്നു പോകാം. അടിച്ച് നിരന്തരം അടിച്ച് ഒതുക്കാമല്ലേ? മധ്യമേഖലയിലെ ക്രമസമാധാന തകർച്ചയെ തുടർന്ന് ഡൽഹിയിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ജോയിന്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഈശോ പണിക്കർ IPS സ്റ്റേറ്റ് സർവീസിലേക്ക് തിരിച്ചു വിളിക്കാനും സെൻട്രൽ സോൺ DIG ആയി നിയമിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അടിയന്തരമായി തീരുമാനിച്ചു. മന്ത്രി തോമായോ? യൂദാസ് എന്ന് പറ. അവൻ കത്തോലിക്കനല്ല ജെയിംസേ, നത്തോലിക്കനാ. ഞരമ്പിൽ ചോരയ്ക്ക് പകരം ചല ഒഴുകുന്ന എണ്ണം കെട്ട സഭാദോഷിയാ. ഓ, മന്ത്രിയാന്ന് പോലും. എടോ, IG ആയിട്ട് താൻ ഇവിടെ ഉള്ളപ്പോഴത്തേനും DIG ആയിട്ട് അവൻ ഏത് ഡയബോളനെ കൊണ്ടുവന്നാലും ഇവിടെ കോപ്പാ. ആ, താൻ വെച്ചോ, പിന്നെ വിളിക്കാം. എന്നതാച്ചോ ജെയിംസ് സാർ പറഞ്ഞത്? മന്ത്രി തോമാച്ചൻ ഡൽഹിയിൽ നിന്നൊരു കാവൽ മാലാഖയെ കൊണ്ടിരുന്നു. ഇടമറ്റം പാലയ്ക്കൽ ഈശോ പണിക്കർ IPS. മധ്യമേഖലയ്ക്ക് ഒരു പുതിയ DIG എന്ന വെപ്പ്. പക്ഷേ ചാവുദോഷപ്പെട്ട അമലാമ്മച്ചിയുടെ ചവക്കുഴി മാന്താനാവും വരുന്നത്. നമ്മൾ എന്നാ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞേച്ചാ മതി. അവൻ ആദ്യം ഏതു വാതുക്കലാ മുട്ടുന്നതെന്ന് നോക്കട്ടെ. പിതാവിനെ ഒന്ന് കാണും. തട്ടപ്പാതരായിക്ക് കയറി വന്നിട്ട് പിതാവിനെ കാണണമെന്നോ? പിതാവ് ആരാന്നാ? സാധാ കപ്പിയാരാന്ന് കരുതിയോ? അപ്പോയിന്റ്മെന്റ് ഉണ്ടോ തനിക്ക്? ഇല്ല. ഫോണെ വിളിച്ചായിരുന്നോ? ഇല്ല. പിതാവിനെ മുൻപരിചയമുണ്ടോ? അതുമില്ല. പിതാവിന് തന്നെ അറിയാവോ? ഓ, അതെനിക്കറിയാൻ മേല. താൻ ഇങ്ങനെ എന്നാ ചോദിച്ചാലും അല്ല ഇല്ല പുല്ലാന്ന് പറഞ്ഞോണ്ടിരുന്ന ഞങ്ങൾ എന്നാ ചെയ്യാനാ? ഇല്ലാത്ത കാര്യം പിന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഉള്ള ഒരു കൂട്ടം കാണിക്കാം. ഈശോ പണിക്കർ IPS DIG. യെസ്. സോറി സർ, വന്നത് അകത്തോട്ട് വന്നത്. നമുക്കൊന്നിച്ച് പിതാവിനെ കാണാമല്ലോ. അതെ, അച്ഛൻ ഒരു അല്പനേരം കൊണ്ട് ഒരുപാട് വേർത്തതല്ലേ. കുറച്ചു നേരം കാറ്റുകൊള്ളു. ഞങ്ങൾ കണ്ടോ. നടക്കച്ച. ഫാദർ കാളിയാർ വിചാരിക്കുന്ന പോലെ അശുഭങ്ങളായ ഒരു കാര്യവും നടക്കില്ല. അയാൾക്ക് നമ്മെ മുഖം കാണിക്കണമെന്ന് തോന്നിയാൽ അനുവാദം കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഈശോ ഡൽഹിന്ന് ഇടമറ്റം പാലക്കൽ ഡോക്ടർ ഈശോ പണിക്കർ IPS അല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കൂ. ഡൽഹിയിൽ വെച്ച് പതിവായി സെന്റ് തോമസ് കത്തീഡ്രൽ കുർബാന കൂടാൻ പോകാൻ താൻ ശരിയല്ലേ? ഉവ്വ്. പുന്നശ്ശേരി പിതാവിൻ്റെ ശിരസെടുക്കാൻ സഹാക്കന്മാർ പൊന്നരുവാളും പിടിപ്പിച്ച് പുതിയ DIG വിടുന്നു എന്ന് കേട്ടപ്പോൾ അത് നമ്മുടെ പഴയ സത്യത്തിൻ ചാക്കോ പണിക്കരുടെ മകനാണെന്ന് ഓർമ്മിപ്പിച്ചത് ഡൽഹി ബിഷപ്പ് മാനുവൽ പെരേരയാണ്. ഈ മുഖം ഓർക്കാൻ നാം അല്പം ക്ലേശിച്ചു. മറക്കാൻ കഴിയുന്നത് പലപ്പോഴും ഒരു അനുഗ്രഹമാണ്, പ്രത്യേകിച്ചും പഴയ ബന്ധങ്ങൾ. പക്ഷേ പത്രങ്ങളിൽ അങ്ങയുടെ ഈ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഞാൻ മറന്നില്ല, ശ്രമിച്ചിട്ട്. കഴിഞ്ഞ ലക്കം ഒബ്സർവറിൻ്റെ മുഖചിത്രം തിരുമേനിയുടെ ഈ മുഖമായിരുന്നു. ഒരടിക്കുറിപ്പ്.
ദ ഹോളി മർച്ചന്റ്. ഇനിയുണ്ട് ബിരുദങ്ങൾ. കയ്യിലിരിക്കുന്ന കുഞ്ഞാടുകളെയും കുഞ്ഞാടുകളുടെ 3 ലക്ഷം വോട്ടും കാണിച്ച് ഏത് സർക്കാരിനോട് വിലപേശാനും വില ഉറപ്പിക്കാനും കഴിവും കരുത്തുമുള്ള പേഴ്സ് പ്രൗഡ് പേഴ്സ്. ശരിയല്ലേ? പക്ഷെ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അങ്ങേ കണ്ട അനുഗ്രഹം മാത്രമല്ല, അനുവാദവും വാങ്ങണമെന്ന് മനസ്സിലിരുന്ന അപ്പച്ചൻ പറഞ്ഞു. ചാക്കോ തോന്നിപ്പിക്കും. നന്മയുള്ളവനായിരുന്നു നിന്റെ അപ്പൻ. അപ്പൻ്റെ ഉള്ള് മുഴുവനായി എനിക്കറിയാം. മകൻ്റെ ഉള്ളിലിപ്പ് എനിക്കറിയില്ല. എന്നാലും ചാക്കോയുടെ മകന് നമ്മുടെ അനുഗ്രഹവും വാഴവും എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ അനുവാദം. ഒരു പോലീസ് ഓഫീസർക്ക് സ്റ്റേറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് നമ്മെപ്പോലുള്ള മെത്രാനച്ചന്മാരുടെ അനുവാദവും സമ്മതമൊന്നും ആവശ്യമില്ല. ഉണ്ടോ? പക്ഷെ എൻ്റെ അന്വേഷണത്തിൽ പിതാവിൻ്റെ അജപാലക ഗണത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടാൽ കൊണ്ടുപോയി ക്രൂസ് ചേക്കണം. കാനോൺ നിയമം വെച്ചല്ല, ഇന്ത്യൻ പീനൽ കോഡ് വെച്ച്. അത് DIയുടെ മുമ്പിൽ നിൽക്കുന്ന നാം ആണെങ്കിൽ പോലും. ദയവേണ്ട, ഭയവും വേണ്ട. താങ്ക്സ്. ഒരുപാട് കളങ്കം നമ്മുടെയും നമ്മുടെ രൂപതയുടെ മേൽ പതിച്ചിരിക്കുന്നു. ഈശോ എന്ത് വില കൊടുത്തും ആ അഴുക്ക് നമുക്ക് കഴുകിക്കളയണം. എങ്കിലേ കല്ലറകളിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആത്മാക്കൾക്ക് ശാന്തി കിട്ടും. ഒരു കൊടിയുടെയും കുരിശിൻ്റെയും മറവിൽ നാം ആരെയും ഒളിപ്പിച്ചു വച്ചിട്ടില്ല. മിസ്റ്റർ DIജിക്ക് ഈ കാര്യത്തിൽ നമ്മളെ വിശ്വസിക്കാം. നമ്മുടെ അധികാരത്തിന് കീഴിൽ വരുന്ന എന്തിൻ്റെയും ആരുടെയും മേൽ ഈശോ പണിക്കർക്ക് ഇക്കാര്യത്തിൽ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ആരും തടയില്ല. യു ക്യാൻ പ്രൊസീഡ്. ഗോഡ് ബ്ലസ് യു. ആരാ? ഞങ്ങള് ചിലതെല്ലാം കൂട്ടിക്കിഴിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ അച്ചോ? അവനെങ്ങാനും കല്ലറാമാന്തി പൊളിക്കാനും കുഴി തോണ്ടി നോക്കാനും പുറപ്പെട്ടാൽ അവൻ ചെന്നടനാലും കീറി തൊലി ഉരിച്ച് ഉപ്പും മുളകും പുരട്ടി വെയിലത്ത് വെച്ചുണക്കിയെടുത്ത് നല്ല തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും ഞങ്ങൾ. അവിടെ കിടന്ന് പൊരിയും. അവസാനം വറചട്ടി കിടന്ന് അവൻ തന്നെ വിളിച്ചു പോവും, എനിക്ക് മതിയായേ. ഒന്ന് നിർത്തണ്ട അച്ചോ. ആ എന്റെ ഈശോയെ, ഇത് ആരാണ് ഈ വന്നിരിക്കുന്നത്? രക്തച്ചൻ പറഞ്ഞ നാവങ്ങ് എടുത്തേ ഉള്ളൂ. This is fantastic. എന്നതാ, ഫുഡാന്നോ? അല്ല, ഈ വീട് റോയൽ ആൻഡ് നോബിൾ. അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. കാശുള്ള അപ്പന്റെ മോനായിട്ട് നല്ല അലകും പിടിയുള്ള തറവാട്ടിലാ ജെയിംസ് കുട്ടി ജനിച്ചത്. എന്നും പറഞ്ഞത് പേരിന്റെ മുമ്പിലും പുറകിലും ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടാറില്ല, ഇല്ലയോ? ചുമ്മാതിരി മാമച്ച. ഈശോ നസ്രാണിയാ. ഓ, അതിന്റെ ഒരു ഗുണവുമില്ല. ഇങ്ങോട്ടിരുന്നാട്ടെ, ഇത് ഞങ്ങളുടെ സ്നേഹവിരുന്ന കൂട്ടായ്മ, പോഷിത പ്രവർത്തനം. പോഷിത പ്രവർത്തനം അല്ലച്ചോ, പ്രേഷിത പ്രവർത്തനം. പട്ടക്കാരനെ തിരുത്താൻ നീ ആരാടാ? വത്തിക്കാനിന്ന് വന്ന മാർപ്പാപ്പായോ? അതോ കാനോ നിയമം ഉണ്ടാക്കി ഇത്താക്ക് വൽപ്പാനോ? പരിഹാസി. എടാ, നിന്നെ പോലെയുള്ള കാക്കിമാക്രികളുടെ മൊത്തം നേതാവാ ഈ നിൽക്കുന്നേ. ഇത് ഞാൻ പറയത്തില്ല. വട്ടക്കാരുടെ ഇമ്മാതിരി തമാശ തിരുത്താൻ വന്നിരിക്കുന്നു. നീ ആരാടാ? വലിയ ഈശോയോ? ആ വലിയ ഈശോ തോറ്റെടുത്ത് ഈ കൊച്ചി ഈശോ എവിടെ ജയിക്കാനാ? ജയിക്കില്ലടാ നീയൊന്നും ഒരിക്കലും ഇവിടെ. ആ ബോധം ഉറക്കത്തിൽ പോലും നീ മറന്നു കളയരുത്. കേറിയങ്ങ് മലനിരിക്കാൻ പോകുന്ന കസരക്ക് ചുറ്റുള്ള മണ്ണുണ്ടല്ലോ, നിന്റെ സെൻട്രൽ സോൺ, അത് ഈ മാമച്ചന്റെ സാമ്രാജ്യ. എന്റെ കൈരളി കോൺഗ്രസിന്റെ തറവാട്. അവിടെ രാജാവും ദിവാനും ഒക്കെ ഞാൻ തന്നെ ആടാവേ. ഓ, ഞാൻ പറയുന്ന പോലെ ആർക്കോടെ നടക്കാനൊക്കെ നടന്നിട്ടുള്ളൂ. എന്തിന്? മീനച്ചിലാറിലെയും മണിമലയാറിലെയും മലവെള്ളം വരെ. ആ പിന്നെയാണോ കാക്കിയിട്ട് ഈ അക്കാനി മാടന്മാർ? ഫാദർ, താൻ വെറുതെ കിടന്ന് വിറയ്ക്കാതടോ ജെയിംസേ. ഇവനെന്നാ ഞങ്ങളെ അങ്ങ് വാരി വിഴുങ്ങുവോ? ആ ഇച്ചിരി കൂടി അങ്ങ് വാരി വിളമ്പി കൊടുമാമച്ചാ, നിറയട്ടെ വയറ്. മുമ്പിൽ കിട്ടിയ സ്ഥിതിക്ക് തന്റെ ഈ കൊച്ചും മോനോട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവൻ പോയി പൊക്കാൻ നോക്കും. ചുരുട്ടിക്കെട്ടിയ വാലും വാലിനടിയിലെ. അപ്പ പിന്നെ എനിക്കും എന്റെ പിള്ളേർക്കും എമ്പിടി വേലയാകും. മാമച്ച പ്ലീസ്. ഇല്ലടോ, പണിക്കന്റെ തലയെ ഉടലും ഞങ്ങൾ വെട്ടിമാറ്റില്ല, പഞ്ചാര അടിച്ചു കൊടുക്കും. മനസ്സിലായില്ലല്ലയോ? കൊള്ളിച്ചോറും തീറ്റിച്ച് വടി പോലെ ഈ രൂപത്തിൽ കുഴുകുത്തി അങ്ങോട്ട് നിർത്തും ജീവനോടെ. എന്നിട്ട് തലയ്ക്ക് മൂളി കൊണ്ടുവന്ന് ചൊരിയും. ആർജാക്ക് തിരുനെൽവേലി മയിൽമാർക്ക് പഞ്ചാര അതങ്ങിട്ട് മൂടിവെച്ച് ഒടുക്കത്തെ തൈലംപൂശ് അങ്ങോട്ട് നടത്തും.
നറുനെയ് കൊണ്ട്. പിന്നെ ദേ ഇതുപോലെ ഒരു കൊള്ളി, ഒരൊറ്റ കൊള്ളി മതിയടാ. നിന്റെ ഈ വെള്ളി കെട്ടിയ തടിയുണ്ടല്ലോ, കൊഴുക്കട്ട പായസം പോലെ വഴവഴാന്നിരിക്കും. അലുവ പാകം. അതെടുത്ത് കമ്പംമേട്ടിലെ ഏലത്തോട്ടത്തിൽ അടിവളമായിട്ടാൽ പൂക്കും. ദേ ഈ വണ്ണത്തിലിരിക്കും ഏലക്ക. ഉം. നീ ഡൽഹിന്നല്ല, ഏത് കണറ്റിക്കെട്ടിന്ന് വന്നാലും മാമച്ചന് ദേ രോമ രോമം. എടാ എരന്നുണ്ണി മത്തി മാമച്ച. എന്താണ് നീ എന്നെ വിളിച്ച? പഴയ സേണയും എന്താ കേട്ടപ്പോ ഞെട്ടിപ്പോയോ? കിഴക്കൻ മലയോരം മുഴുവൻ വിറപ്പിക്കുന്ന മലങ്കര രാജാവ്. കൂടെ ഇരിക്കുന്ന ഈ ആത്മമിത്രങ്ങൾ പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തന്റെ ഈ മറുപേരുകൾ അങ്ങ് ഡൽഹിന്ന് വന്ന ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് നടുങ്ങണ്ട. ഇനി അങ്ങോട്ട് ഒരുപാട് നടുങ്ങാനുള്ളതാ കോമച്ച. താനും തന്റെ ഈ ജാതി കൂട്ടൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരന്നു നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമാതിരി ഉളുമ്പ് നാർന്ന ചെല്ലപ്പേരുകൾ അടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ വരെ ചെകഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാടുന്ന സെൻട്രൽ റേഞ്ചിന്റെ DIG കസേരയിലോട്ട് മലർന്നിരിക്കാൻ പണിക്കരങ്ങ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നത്. ഇപ്പതാ ഈ ഉച്ചവരുന്നതിനിടയിലോട്ട് കയറി വന്നത്. പിന്നെ നിന്റെ പഞ്ചാരയുടെ ഈശോ പണിക്കർക്ക് നിന്നെ പെട്ടിയിൽ അടയ്ക്കാനുണ്ടല്ലോ. തിരുനെൽവേലി പഞ്ചാരയും നറുനെയ്യും ഒന്നും വാങ്ങി ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കണ്ടടാ കൂവേ. കണ്ടോ, താൻ പോലും അറിയാതെ തന്റെ കാറ്റ് പോകും. തിരുനെറ്റിയിലെ മർമ്മക്കൂമ്പ് നോക്കി ഒറ്റ കുത്ത്. വേണ്ട, വേണോ വേണ്ടോ എന്ന് ഇയാൾ തീരുമാനിക്കട്ടെ. നിന്റെ ഈ വാഴപ്പിണ്ടി നട്ടലുണ്ടല്ലോ, അതിനകത്തൊരു നാരുണ്ട്, സുഷുമ്ന നാടി. അതിങ്ങനെ ചൂണ്ടുവരലെ ചുറ്റി ചുറ്റി വലിച്ചിങ്ങ് പൊട്ടിച്ചെടുക്കും ഞാൻ. പിന്നെ കൊല്ലാനും കൊല്ലിക്കാനും പോയിട്ട് നിവർന്നു നിന്ന് മുള്ളാൻ പോലും പൊങ്ങുകയല്ല മാമച്ചന്റെ ഈ നാറിയ തടി. തൽക്കാലം ഇത് തന്റെ കണക്റ്റിക്കെട്ടിനകത്തോട്ട് വെച്ചു. വല്ലാതെ വെടിവെക്കാൻ മുട്ടുമ്പോ എടുത്ത് പ്രയോഗിച്ചാൽ മതി കേട്ടോടാ പന്ന. ഈശോ വിട്ടുകള, വിവരമില്ലാതെ അങ്ങേര് വല്ലതും പറഞ്ഞു എന്ന് വെച്ച് വന്നാട്ടെ, നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. ഒഴിക്കണോ എനിക്ക്? യു വാണ്ട് എ ഡ്രിങ്ക്? നോ താങ്ക്സ്. ഈശോയ്ക്ക് ഒരു വാം റിസപ്ഷൻ തരണമെന്നുണ്ടായിരുന്നു. ബട്ട് വലിയ പശ്ചാത്താപമൊന്നും വേണ്ട സാർ. വീട്ടിലേക്ക് കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ നല്ല സ്വീകരണം കിട്ടി. ഐ തിങ്ക് someone wants to talk me. ബി കെയർഫുൾ. ലീവ് എടുക്കുന്നതാ ബുദ്ധി. But it's interesting. തേങ്ങാക്കൊല. എന്റെ ഈശോയെ, നവഡേയ്സ് ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യണത് സെൻട്രൽ റേഞ്ചിൽ നിന്നാണ്. 4 SP-മാരും ഒരു കമ്മീഷണറും തന്റെ കൂടെ തലയും കുത്തി നിന്നാ പോലും ഒരു നിമിഷം തനിക്ക് സ്വസ്ഥത കാണുകയല്ല. ക്രിമിനൽ ജംഗിളത്. ഇത്തരം ക്രിമിനൽ ജംഗിളിൽ ഹണ്ടിങ് നടത്താനാണ് എനിക്കിഷ്ടം. നല്ല ഇരു. എടോ, താൻ എന്നതാ കരുതിയിരിക്കുന്നേ? VIP-കളുടെ പുറകിൽ നിന്ന ആളുകളുടെ ഇടയിലേക്ക് ചെമ്പോത്തിനെ പോലെ കഴുത്ത് നീട്ടി വട്ടം കറക്കി കൈയും പുറകെ കെട്ടി നിൽക്കുന്നതാ ലോ ആൻഡ് ഓർഡർ എന്നാണോ? അത് കളി വേറെയാ. യു വിൽ ഗെറ്റ് സ്പ്ലിറ്റ് ഇൻടു പീസസ്. പിന്നിലൊളിപ്പിച്ച കോൾ സ്നിപ്പർ ഗണ്ണും അരയിൽ ചുറ്റിയ സൈക്ലോനൈറ്റ് ബോംബുമായി ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നവനെ മുഖം നോക്കി കണ്ടുപിടിക്കണമെങ്കിൽ തലയിൽ ബ്ലൂ ബാൻഡ് ചുറ്റിയ IPS ക്യാപ്പ് മാത്രം പോരാ സാർ. അതിനകത്ത് എക്സ്ട്രാ സെൻസ് വേണം. അതൊന്നും ഇല്ലാത്തവർക്ക് ചക്കിൽ പൂട്ടിയ പോത്തിനെ പോലെ ചാർത്തി കിട്ടിയ കസേരയ്ക്ക് ചുറ്റും ദാ ഇതുപോലിരുന്ന് വട്ടം ചുറ്റാനേ കഴിയും. അതേടോ, ഞാൻ ചക്കിൽ പൂട്ടിയ പോത്ത് തന്നെയാ, സമ്മതിച്ചു. അതുകൊണ്ട് മനസമാധാനത്തോടെ എനിക്ക് ക്രമസമാധാനം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. താനങ്ങ് ചെന്ന് കിളച്ചു നോക്ക്, അപ്പൊ അറിയാം വിവരം. ഇവിടെ മധ്യമേഖല DIGയുടെ കസേരയിൽ ഇരിക്കാൻ ഈ ഡൽഹി വോക്കൽ പോറിംഗ് ഒന്നും മതിയാവില്ല പണിക്കരെ. സെൻട്രൽ റേഞ്ച് എന്ന് പറയുന്ന പപ്പടവട്ടം ഉണ്ടല്ലോ, ഒട്ടുപാല നിറച്ചു വെച്ചിരിക്കുന്ന ചിരട്ടയാ. അതിൽ കാലൊന്നു കുത്തിയാൽ ഊരി പോരാൻ കുറെ ദണ്ണിക്കും. അറിയാം സാർ. മധ്യമേഖലയിലെ എഫ്ലുവന്റ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്. കല്ലറയിലടക്കിയ പെൺ ശവങ്ങളെ പോലും ശവക്കുഴിയിലിട്ട് ഉപയോഗിക്കുന്ന നെക്രോമേനിയാക് അപ്ടൗൺ. 100% ലിറ്ററസി, 100% ലാറ്റക്സ്, 100% ലിക്കർ. ഇവയെല്ലാം ചേർത്ത വെൽ കോമ്പിനേറ്റഡ് റബ്ബർ ജംഗിൾ. മധ്യ തിരുവിതാംകൂറിന്റെ കാവൽ പിതാവായ പാലാ മാമച്ചന്റെയും അയാളുടെ അപ്പോസ്തലനായ MLA മോനായുടെയും ഹൈറേഞ്ച് പയസ് കാളിയാറച്ചന്റെയും യുണൈറ്റഡ് കിങ്ഡം. Don't touch them. Leave them free. They are fireballs. തൊട്ടാ കൈ പൊള്ളുവേ. Don't waste your precious time with this garbage. Sure. എനിക്ക് ഇപ്പം തോന്നി തുടങ്ങി ഞാൻ എൻ്റെ വിലയേറിയ സമയം പാഴാക്കുകയാണ് അങ്ങയോട്. Well, I just came to report that I am on duty as DIG Central Range. Goodbye for the time being.
പറഞ്ഞു. Look on. Order on. Where is Mr. Anwar? അൻവർ വീണ്ടും ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു സർ. ഡൊമസ്റ്റിക് പ്രോബ്ലം. ഇഡിയറ്റ്. അയാൾ എത്ര കാലം ഇങ്ങനെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും? ഐ വാണ്ട് ഹിം ഓൺ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി. നീ ഇവിടം വരെ കയറി വന്നല്ലേ? അന്നേ നിന്നെ പള്ളിമുറ്റത്തിട്ട് തീർക്കാഞ്ഞത് ഞങ്ങളുടെ തെറ്റ്. ആ തെറ്റിനുള്ള ശിക്ഷയാടാ നീ ഇപ്പൊ അനുഭവിക്കാൻ പോകുന്നത്. എവിടെ നിന്റെ ഗോഡ് ഫാദർ കാളിയാർ ഡോൺ? സ്റ്റേറ്റ് പോലീസിൽ ഞാൻ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അന്തസ്സുള്ള മുഖം. ഡൈനാമിക് പേഴ്സണാലിറ്റി, വിഗറസ്, വെൽ ബിൽറ്റ് 6 ഫുട്ടർ. യു ആർ ഫിറ്റ് ഫോർ പോലീസ് ബട്ട് അൺഫിറ്റ് ഫോർ മീ. പ്രവർത്തിച്ചത് അവിവേകമാണെന്ന് ഇപ്പൊ തോന്നില്ല. തോന്നുമ്പോ നിനക്ക് പശ്ചാത്തപിക്കാനായിട്ടൊരു നിമിഷം പോലും ബാക്കി ഉണ്ടാവില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. കാൽ കീഴിലെ മൺതരികൾ ഓരോന്നായി ഒലിച്ചു പോകുമ്പോൾ, കടപുഴകി വീഴുമെന്ന് അറിയുമ്പോഴും മുഖം പതറാതെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ സാധിക്കുന്ന പഴയ കേളന്റെ ധൈര്യം, അതിൽ കൂടുതലൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ പുറത്ത് പൊരുതി വീഴുന്ന ഗ്യാങ്ങിന്റെ കാര്യമാണെങ്കിൽ ഡോളർ മസിലുള്ള അച്ഛൻ തീറ്റിപ്പോറ്റുന്ന അടുക്കളപ്പിള്ളേർ. ദാറ്റ്സ് ഓൾ. അതിലപ്പുറം പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് അഹങ്കരിക്കരുത്. ഇതിപ്പോ ആദ്യത്തെ അനുഭവമാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങളോട് സഹകരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങും സിസ്റ്റർ അമലയുടെ കുഴിമാടത്തിൽ നിന്ന്. റീപോസ്റ്റ്മോർട്ടം ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തടയാം. സിസ്റ്റർ അമലയുടെ ഓഫീസ് എവിടെയാണ്? ആ ഭാഗത്താണ് സർ. ഓഫീസ് തനിച്ചാണോ? അല്ല സർ, കോൺവെന്റിൽ തന്നെ ഒരു മുറി ഓഫീസായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. മുറിയിലേക്ക് അകത്തുനിന്നും പുറത്തുനിന്നും പ്രവേശിക്കാൻ സെപ്പറേറ്റ് ഡോറുകളുണ്ട്. ഓ കർത്താവേ, സർ. എനിക്ക് മദറിനെയും സിസ്റ്റർ വിമലയും ഒന്ന് കാണണം. സർ. ആരാ? ദീനാമ്മ, ഇവിടുത്തെ പെരിയ സാറേ. ആ, അമ്മച്ചില്ലേ? എന്റെ മാതാവേ, എന്റെ അമ്മച്ചി മരിച്ചിട്ട് 10-15 വർഷം കഴിഞ്ഞു. നിന്റെ നല്ലയുടെ കാര്യല്ല, ഇവിടത്തെ മദറുണ്ടോന്നാ. അതാണോ? മടത്തിനുള്ളിൽ കാണും. ദാ ഇവിടെയാണ് സർ. ഓ
ഈ മുറിയിൽ വെച്ചാണ് സാർ സിസ്റ്റർ അമല കൊല ചെയ്യപ്പെട്ടത്. അതേ എന്ന് തറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. മറിച്ച് ആത്മഹത്യ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ധാരാളം തെളിവുകൾ ഉണ്ട് താൻ. ഈ മുറിയാകെ ഡിസോർഡറായി കിടക്കുകയായിരുന്നു. സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് അങ്ങനെ സംഭവിക്കും. ആത്മഹത്യ ചെയ്യുന്നവർ ബോധ മനസ്സുകൊണ്ട് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ ഒരുതരം ആങ്സൈറ്റി, അതുമൂലമുണ്ടാകുന്ന ഹിസ്റ്റീരിയ പ്രകടിപ്പിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ. തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതിന് ആരാണോ കാരണക്കാരൻ, ആരോടാണോ വെറുപ്പ്, അതൊക്കെ അവരാ നിമിഷം അവരുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളിൽ തീർക്കും. ചിലര് എല്ലാം തല്ലിപ്പൊട്ടിക്കും. പക്ഷെ ഇത് ആത്മഹത്യ അല്ലല്ലോ സാർ. ആണല്ലോ. ജീവിച്ചിരുന്ന കാലം അത്രയും ഒരു ഇഡിയറ്റായിട്ടല്ല സിസ്റ്റർ അമല ജീവിച്ചിരുന്നത്. ആണോ? അല്ല. ഇംബൈസലോ മൊറോണോ അല്ല, ഡൾ നോർമൽ അല്ല, നോർമലും ആവറേജും അല്ല, വെരി സുപ്പീരിയർ. കേട്ടിടത്തോളം സിസ്റ്റർ അമലയുടെ ഒരു IQ 120-140 റേഞ്ചിലാണ്. എക്സ്ട്രാ ഓർഡിനറി ഇന്റലിജന്റ്. അത്തരത്തിലുള്ള ഒരാൾ തന്റെ മരണത്തിൽ തനിക്കല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്ന് സ്വന്തം ടൈപ്പ്റൈറ്ററിൽ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റൂ? ഇല്ല സാർ. ആ, എഴുതച്ചോ. ഒരു പേപ്പറിങ് എടുത്തേ. ആ സൂയിസൈഡ് നോട്ട് ഒന്ന് വായിച്ചേ. മധുരമ്മയ്ക്ക് ഇനി വയ്യ. ലോകം, പിശാച്, ശരീരം, ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. തെറ്റുകൾ മാത്രമേ ഞാൻ ഇത് കൂട്ടിയിട്ടുള്ളൂ. എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും അപമോചനം കിട്ടില്ല. ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല. ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ്. എൻ്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്നൊരൊറ്റ യാചനയെ എനിക്കുള്ളൂ. എല്ലാറ്റിനും എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോകുന്നു. എൻ്റെ ഈ മരണ മതി. ഇതെന്തിനാണ് സാർ? ഈ സൂയിസൈഡ് നോട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇതാണ് നമ്മുടെ കീ നോട്ട്. ഈ കീ വെച്ച് വേണം ഇനി പല പൂട്ടുകളും തുറക്കാൻ. ഇവൻ മാൻ മിസ്സിങ്ങിന് കേസെടുക്കണം സാർ. സാർ എന്തു പറ്റി? എന്ത് പറ്റാനാണ് സാർ? ആട് കിടന്നിട്ട് ഒരു പൂട പോലും ഇല്ല എന്ന് പറയുന്ന പോലെ മധുര കടന്നിടത്തൊരു പൂട കൂടെ പോലും ഇല്ലല്ലേ? അമ്മച്ചിയും മക്കളൊക്കെ അങ്ങ് സ്റ്റീമായി പോയി. സിസ്റ്റർ ഏതാ? ഞാൻ ഇവിടുത്തെ പുതിയ മദർ ടെസ്റ്റോ. ടെസ്റ്റോ? നിങ്ങൾ കുറെ നാളായി ഞങ്ങളെ ടെസ്റ്റ് കളിപ്പിക്കണേ. ഇവിടുന്ന് എല്ലാവരും മാറ്റി സാറേ. പഴയ മദറും സിസ്റ്റർ വിമല അവരൊക്കെ ട്രാൻസ്ഫർ ചെയ്തായിരിക്കും. അവരെയൊക്കെ എങ്ങോട്ടാ പറഞ്ഞു? അതൊന്നും എനിക്കറിയില്ല. കൽക്കട്ടയിലുള്ള മദർ സുപ്പീരിയർ ജനറലിനെ അറിയൂ. ഓ, നിങ്ങൾ അന്വറേ, സാർ, ആ കിണർ എവിടെയാണ്? ദാ അതിവിടെ തൊട്ടടുത്താണ് സാർ. ഇതിലും വാ. പോവാൻ സാർ. സാർ, ആ, എന്തൊക്കെയോ ഒരു ഹൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള തെളിവല്ലേ പെട്ടെന്നുള്ള ഈ വാക്യൂം ക്ലീനിങ്. പൊട്ടും പൊടിയും തരിയും ഒക്കെ അടിച്ചു പെറുക്കി കളഞ്ഞു. പൊട്ടും പൊടിയും തരിയും ഒന്നും നമുക്ക് വേണ്ടെന്ന് പറയാം. നട്ടാ മുളയ്ക്കുന്ന നല്ല വിത്തുണ്ടാവും അടിച്ചു കളഞ്ഞ കൂട്ടത്തില്. അതങ്ങ് പെറുക്കിയിട്, ഗുണമുണ്ടാവും. ഫോട്ടോഗ്രാഫ്സ് സാർ, സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചു എന്നാണ്. സ്റ്റൊമക്കിൽ 4.5 ലിറ്ററോളം വെള്ളം ഉണ്ടായിരുന്നു. ബട്ട് വൺ തിങ് സാർ, അന്ന് കിണറ്റിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ അളവ് 3.5 അടിയാണ്. സിസ്റ്റർ അമലയുടെ ഉയരം 5 അടി 4 ഇഞ്ചും. ഈ മഠത്തിൽ കഴിഞ്ഞ 5 വർഷമായി സിസ്റ്റർ അമല താമസിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കിണർ അവർക്ക് വളരെ പരിചിതമായിരിക്കും. മുങ്ങി മരിക്കാനുള്ള വെള്ളം ഈ കിണറ്റിലില്ല എന്നറിയാമെന്നിരിക്കെ സാറ് മുമ്പ് പറഞ്ഞതുപോലെ IQ ആവറേജിന് വളരെ മുകളിലുള്ള സിസ്റ്റർ അമല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ കിണറ്റിൽ ചാടുമായിരുന്നു. അക്കോർഡിംഗ് ടു യുവർ വേർഷൻ, ആത്മഹത്യക്ക് മുമ്പുള്ള അബ്നോർമൽ അവസ്ഥയിൽ അവർ ഈ കിണറ്റിൽ ചാടിയെന്ന് തന്നെ ഇരിക്കട്ടെ. വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അവരറിയാതെ താനെ എഴുന്നേറ്റ് പോകും. ജീവനുള്ളതും അബോധാവസ്ഥയിൽ അല്ലാത്തതുമായ ഏതൊരു ജീവിയും ചെയ്യുന്ന ഒരു റിഫ്ലക്സ് ആക്ഷനാണ് സാർ അത്. അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ സിസ്റ്റർ അമലയുടെ മുട്ടിന് മുകളിൽ വരെ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ. ഈ അവസ്ഥയിൽ സിസ്റ്റർ അമല എങ്ങനെയാണ് സാർ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നത്? അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നെങ്കിലോ? ഇത്രയും ആഴത്തിലേക്ക് വീണു കഴിഞ്ഞാൽ ആ വീഴ്ചയുടെ ആഘാതത്തിൽ മരണവെപ്രാളത്തിലാണെങ്കിൽ പോലും എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു സിസ്റ്റർ അമല എന്ന് വിചാരിക്കുക.
മുങ്ങി മരിക്കാൻ മുട്ടോളം വെള്ളം തന്നെ ധാരാളമല്ലേ അൻവർ? ആത്മഹത്യയ്ക്ക് 99%, കൊലപാതകത്തിന് 1% സാധ്യതയുള്ളത്. ആ 1% അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ടാങ്കിലെ വെള്ളം എന്തിനാ ഉപയോഗിക്കാറ്? അലക്കാനും കുളിക്കാനും മറ്റും ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ഈ കിണറ്റിലെ വെള്ളം തന്നെയാണോ ഇതിലും? അല്ല, പൈപ്പിൽ നിന്നുള്ള വെള്ളം. ഓ, സാറിന് കുടിക്കാനാണെങ്കിൽ ഞാൻ കുശിനെ എടുപ്പിക്കാം. വേണ്ട, വെള്ളം കുടിക്കാനുള്ള ഒരു ലീസ്റ്റ് ഞങ്ങളൊന്ന് ഉണ്ടാക്കട്ടെ, എന്നിട്ട് കുശിനിന്ന് വെള്ളം എടുപ്പിക്കാം. അതുപോലെ ആ കേർച്ചിഫിങ് എടുക്ക്. സർ പ്ലീസ്, സർ എന്തായി കാണിക്കുന്നത്? സർ, സർ വിടാം. സർ, സോറി എഴുത്തച്ഛൻ, ഐ എം റിയലി സോറി. 5 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ മരിച്ചേനെ സാർ. അപ്പൊ സിസ്റ്റർ അമലയുടെ മരണം ഇങ്ങനെയും ആവാം അല്ലെ? യെസ്, ഐ മീൻ ഇറ്റ്. കർത്താവേ, ആ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളവും പായലും സാമ്പിൾ എടുക്കും. ഗുഡ് മോർണിംഗ് സർ. ക്യാരി ഓൺ. സർ പ്ലീസ്. എന്തായി? മാസ്റ്റർ സാമ്പിൾ എ സാമ്പിൾ സിയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ബി മാച്ച് ചെയ്യുന്നില്ല. ഏതാണ് സാമ്പിളേ? സിസ്റ്റർ അമലയുടെ സ്റ്റൊമക്കിൽ നിന്ന് കിട്ടിയ വെള്ളം. സിയോ? വാട്ടർ ടാങ്കിൽ നിന്ന് കിട്ടിയ ക്ലോറിൻ വെള്ളം. ഓ, അപ്പോൾ ടാങ്കിൽ മുക്കി തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. എന്നെ സാറ് ടാങ്കിൽ മുക്കി കൊല്ലാൻ പോയതുപോലെ. സർ, പായൽ സാമ്പിൾ 3യുമായി മാച്ച് ചെയ്യുന്നുണ്ട്. സാമ്പിൾ 3 മീൻസ് നമ്മൾ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത പായൽ. അതെ, അത് സിസ്റ്റർ അമലയുടെ വയറ്റിൽ നിന്ന് കിട്ടിയ പായലുമായിട്ട് മാച്ച് ചെയ്യും. കറക്റ്റ്. 100%? നോ ഡൗട്ട് സർ. താങ്ക് യു. സാറിന്റെ ഗസിൻ തെറ്റിയില്ല. അതെ സർ, മെത്തേഡ് ഓഫ് മർഡർ സാർ പറഞ്ഞതുപോലെ ടാങ്കിൽ മുക്കി തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ അൻവർ. ആര്, എന്തിന്, എപ്പോൾ, എങ്ങനെ, അതിൽ എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സർ, സീൻ ഓഫ് ക്രൈമിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫിംഗർ പ്രിന്റുകളിൽ ആ മഠത്തിലെ സിസ്റ്റേഴ്സിന്റേതല്ലാത്ത ഒറ്റ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ, മോണിറ്റർ. സിസ്റ്റർ അമലയുടെ റൂമിന്റെ ഡോർ ലോക്കിൽ നിന്നും ആ മുറിയിലുണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററിൽ നിന്നും കണ്ടെടുത്തതാണ് ഈ ഫിംഗർ പ്രിന്റ്. പിന്നെ മറ്റൊന്ന് ട്രേസ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലൗസിന്റേതാണ് സർ. അപ്പോൾ കൊലയാളി കൃത്യത്തിനിടയ്ക്ക് ഗ്ലൗസ് ഇട്ട് കാണണം അല്ലേ സാർ? അയാളൊരു ബുദ്ധിമാൻ. പക്ഷെ അയാൾ കാണിച്ച ഒരു അതിബുദ്ധിയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്. അത് സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് അൻവറിന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പ്. ഇത് സിസ്റ്റർ അമലയുടെ മുറിയിലെ ടൈപ്പ് റൈറ്ററിൽ ഞാൻ ടൈപ്പ് ചെയ്തെടുത്തത്. സൂക്ഷിച്ചു നോക്കാം. സാറ് ടൈപ്പ് ചെയ്ത ഈ ലെറ്ററിലെ മാ എന്ന അക്ഷരത്തിന് ഒരു പൊട്ടലുണ്ട് സർ. യെസ്, ആ ടൈപ്പ് റൈറ്ററിലെ മാ എന്ന അക്ഷരത്തിന് ഒരു ഒടിവുണ്ട്. പക്ഷെ അൻവറിന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിലെ മായ്ക്ക് ഒടിവുണ്ടോ? ഇല്ല സർ. അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ. ടൈപ്പ് റൈറ്റർ 2ആണ്. കൊലയാളി മറ്റേതോ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത സൂയിസൈഡ് നോട്ടാണ് സിസ്റ്റർ അമലയുടെ ടൈപ്പ് റൈറ്ററിൽ വെച്ചിരുന്നത്. അതാണ് അൻവറിന് കിട്ടിയത്. സിസ്റ്റർ അമല കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ആരായിരിക്കാം കൊലയാളി? ഫാദർ ക്ലെമൻ കാളിയ. മോട്ടീവ്? ആദ്യം മുതലേ തന്നെ സിസ്റ്റർ അമല ഫാദറിന്റെ കണ്ണിലെ കരടായിരുന്നു സർ. എതിർക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കുക അയാൾക്കൊരു ശീലമല്ല, ഹരമാണ്. എന്തിനും പ്രാപ്തിയുള്ളവൻ,
പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അയാൾക്ക് മഠത്തിൽ കയറി ചെല്ലാം. യാ സാർ കർത്ത സിസ്റ്റർ വിമലെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന മഠം ലൊക്കേറ്റ് ചെയ്തു സാർ. എവിടെ? കർത്താവ് അവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ എത്തിക്കോളാം.